പാമ ശരിക്കും ഞെട്ടിത്തരിച്ചു നിന്നു. അനിരുദ്ധൻ ശരിക്കും അവളെ പ്രതീക്ഷിച്ചില്ല. അവനൊന്നും മിണ്ടാതെ മുറിയുടെ പുറത്തേക്ക് പോയി. അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു. ലത വേഗം അവളെ പിടിച്ചു. മോളെ, അനിയുടെ വാക്കുകൾ കേട്ട് നീ കരയല്ലേ. അവനൊരിക്കലും ബാഹ്യ സൗന്ദര്യം നോക്കി ഒരാളെ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഇവിടെ ശരിക്കും ആരോടും ഒരു ഇഷ്ടം അവനില്ല. അതുകൊണ്ട് മാത്രമാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അവനറിയില്ല മോളെ സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും. ലത വിതുമ്പി. അമ്മായി എന്തിനാ കരയുന്നേ? എനിക്കിതൊക്കെ ശീലമാണ്. പിന്നെ എന്നെ എങ്ങനെയാ അനിയേട്ടന് ചേരുമെന്ന് തോന്നിയത്? എനിക്ക് പഠിപ്പുണ്ടോ, സൗന്ദര്യമുണ്ടോ? ഏട്ടൻ പറഞ്ഞ പോലെ കട്ട കറുപ്പല്ലേ ഞാൻ? മതി, നിർത്ത്. അവൻ നിന്നെ കല്യാണം കഴിക്കും. ഇതെൻ്റെ വാക്കാ. അവൻ നിന്നെ സ്നേഹിക്കും. എൻ്റെ മോനെ എനിക്കറിയാം. പിന്നെ സൗന്ദര്യം, നിന്റെ സൗന്ദര്യം എൻ്റെ ഏട്ടൻ്റെയാണ്. അത് മനസ്സിലാക്കാൻ നല്ല കണ്ണ് വേണം. ലത അവളെ പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഭാമ എന്തു പറയണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. അനിരുദ്ധ മുറിയിൽ തലങ്ങും വിലങ്ങുമായി നടക്കുകയാണ്. അവൾക്ക് വരാൻ കണ്ട നേരം. ശരിക്കും അവൾ അമ്മയെ വശീകരിച്ച് വെച്ചാണോ, അതോ അമ്മയുടെ വൃത്തികെട്ട ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സ് ആണോ ഇത്? അവളെന്ത് കരുതിയാലും വേണ്ടില്ല, എനിക്കൊരു പെണ്ണും വേണ്ട, അവൻ മനസ്സിൽ കരുതി. രമ ദേഷ്യപ്പെട്ട് നേരെ ചെന്നത് ചന്ദ്രൻ്റെ അടുത്തേക്കാണ്. എല്ലാം അയാളെ അവർ ബോധിപ്പിച്ചു. നിങ്ങളുടെ പെങ്ങളുടെ ഉള്ളിൽ എന്താ മനസ്സിലായില്ലേ? എൻ്റെ കുട്ടികൾക്ക് ഇല്ലാത്ത ഭാഗ്യം ആ കരിവണ്ടിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, രമ പകയോടെ പറഞ്ഞു. ചന്ദ്രൻ അന്തം വിട്ടു നിന്നു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭാമയെ പിടിച്ചു വലിച്ച് ലത ഉമ്മർത്തുകൊണ്ട് നിർത്തി. ഒപ്പം അനിരുദ്ധനെയും. ഈ വരുന്ന ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ ഞാൻ എൻ്റെ അനിരുദ്ധനെ ഭാമയെ കൊണ്ട് കെട്ടിക്കാൻ പോവുകയാണ്. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവർ പങ്കുചേരണമെന്നില്ല. ലളിതമായൊരു വിവാഹം, അത്രേ ഉള്ളൂ മനസ്സിൽ. അനിരുദ്ധൻ ഞെട്ടിത്തെറിച്ചു നിന്നു. ഭാമ പേടിച്ചു വിറച്ച് രമയെ നോക്കി. രമയും പെൺമക്കളും വെറുപ്പോടെ അവളെ നോക്കി. നീ ഇത് ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ ശരിയാവുമോ? ചന്ദ്രൻ ചോദിച്ചു. ഇത് എൻ്റെ ഏട്ടന് ഞാൻ കൊടുത്ത വാക്കാണ്. അതിനു വേണ്ടി തന്നെയാണ് വന്നത്, ലത ഉറപ്പോടെ പറഞ്ഞു. പിന്നെ എല്ലാവരും മൗനത്തിലായിരുന്നു. അനിരുദ്ധൻ വേഗം മുഷ്ടി ചുരുട്ടി അവിടെ നിന്ന് മുറിയിലേക്ക് പോയി. ലതയും പോയി. ഭാമ അവിടെ തന്നെ നിന്നു. ഇനി കല്യാണം കഴിച്ചാലും നിന്നെ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഈ കറുപ്പ് ഏട്ടനെ ഒരിക്കലും നിന്റെ അടുത്തേക്ക് അടുപ്പിക്കില്ല. അവനെ കെട്ടി ജീവിക്കുക എന്ന് കരുതണ്ട, അലങ്കൃത ദേഷ്യത്തോടെ പറഞ്ഞു. അങ്കിതയും അവളെ ദേഷ്യത്തിൽ നോക്കി. രമ അവളുടെ അടുത്തേക്ക് നീങ്ങി. ഇളയമ്മേ, എനിക്കൊന്നും അറിയില്ല, ഭാമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ടപ്പേ കൊടുത്തു രമ ഭാമയുടെ കവിളിൽ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. നീയും ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത ജന്തു, നിന്റെ അമ്മയെപ്പോലെ. എൻ്റെ മോളുടെ ജീവിതം തട്ടിയെടുത്ത് നീ നേടുന്ന ഒന്നും ഒരുപാട് കാലം വാഴില്ല, ഭാമ കരഞ്ഞുകൊണ്ട് ഓടി. അല്ല രമേ, ഇനി ഭാമയുടെ സ്വത്തും ലതയുടെ സ്വത്തും എല്ലാം കൈവിട്ടു പോയി, ചന്ദ്രൻ പറഞ്ഞു. ഒന്നും പോവില്ല, അവൾ കെട്ടിക്കോട്ടെ. പക്ഷേ ഒരിക്കലും അനി അവളെ സ്വീകരിക്കില്ല. അവൻ്റെ ഭാവത്തിൽ നിന്ന് അതറിയാം. പിന്നെ അവളെ ഒതുക്കാനുള്ള വഴി നമുക്ക് ചെയ്യാം. പക്ഷെ സമയമായില്ല, കാത്തിരിക്കണം, രമ പകയോടെ പറഞ്ഞു. അല്ലിയും അങ്കിയും എന്തിനും കൂടെയുണ്ട് എന്ന അർത്ഥത്തിൽ രമയുടെ തോളിൽ പിടിച്ചു. അനി ദേഷ്യം കൊണ്ട് പുറത്ത് നോക്കി നിൽക്കുകയായിരുന്നു. അനി, അമ്മയ്ക്കറിയാം മോൻ്റെ മനസ്സിലൊരു വിവാഹം താല്പര്യമില്ല എന്ന്. പക്ഷേ ഇപ്പോൾ സമയമായി. മോൻ്റെ ജീവിതത്തിൽ അമ്മയെടുത്ത എല്ലാ തീരുമാനവും നല്ലതാണ്. ഭാമയും അതുപോലെയാണ്. മോൻ അമ്മയെ വെറുക്കരുത്. ലത കണ്ണുകൾ നിറഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിച്ചു. അമ്മേ, എനിക്കറിയാം. പക്ഷേ ഭാമ, അതും ഇത്ര പെട്ടെന്ന്, അവൻ പറഞ്ഞു. ഭാമയാണ് ഇനി നിന്റെ പാതി ജീവൻ. എല്ലാവരെയും വെല്ലുവിളിച്ചാണ് അമ്മ വന്നത്. അമ്മയെ തോൽപ്പിക്കല്ലേ നീ. അമ്മേ, അമ്മയുടെ ഇഷ്ടം എന്തോ അത് ഞാൻ സ്വീകരിക്കും, അനി ലതയെ പുണർന്നുകൊണ്ട് പറഞ്ഞു. ലത സന്തോഷത്തിൽ അവനെ ചുംബിച്ചു. അനി തൻ്റെ അമ്മയ്ക്ക് വേണ്ടി താനെടുത്ത തീരുമാനം തെറ്റോ ശരിയോ മനസ്സിലാവാതെ നിന്നു. ജാതകം നോക്കി വളരെ അടുത്ത മുഹൂർത്തം തന്നെ നോക്കി കണ്ടെത്തി. കല്യാണ ഒരുക്കങ്ങൾ തുടങ്ങി. ഭാമ ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളായി പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അനിരുദ്ധൻ ഭാമയുടെ മുന്നിൽ വന്നാൽ പോലും മുഖത്ത് നോക്കാതെ നടന്നു. ഇനി തൻ്റെ ജീവിതത്തിലെ പുതിയ പരീക്ഷണമാണല്ലോ, അവൾ മനസ്സിലാലോചിച്ചു. അവളോടുള്ള ദേഷ്യം അല്ലിയും അങ്കിയും കാണിച്ചുകൊണ്ടിരുന്നു. ഉള്ളിൽ താല്പര്യമില്ലെങ്കിലും ലതയുടെ മുന്നിൽ അവർ ഉള്ളതുപോലെ അഭിനയിച്ചു. ലത തന്നെയാണ് ഭാമയ്ക്ക് സാരി എടുത്തു കൊടുത്തത്. പിന്നെ തറവാട്ടിലെ പഴയ ആഭരണങ്ങൾ അവൾക്ക് നൽകി. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. കസവ് സാരിയും പഴയകാല പാവയ്ക്കമാലയും കാശിമാലയും ജിമിക്ക് കമ്മലും ഇട്ട് അവൾ അതിസുന്ദരിയായി അമ്പലനടയിൽ അനിരുദ്ധനെ കാത്തുനിന്നു. കസവും കൊണ്ടും ചുവ്വയെ ധരിച്ച് തൻ്റെ നീളം മുടി പാൻറ് കൊണ്ട് കെട്ടി കട്ട താടി ഒതുക്കിക്കൊണ്ട് അനി വന്നു. ഏതാനും ചില ബന്ധുക്കൾ മാത്രമാണ് ക്ഷണിക്കപ്പെട്ട അതിഥികൾ. രമയും കുടുംബവും അസൂയയോടെ നോക്കി നിന്നു. ലതയുടെ മുന്നിൽ കൃത്രിമ ചിരി ചിരിച്ചുകൊണ്ട് അവർ നിന്നു. അനി അവളെ നോക്കിയതും ഭാമ കണ്ണുകൾ താഴ്ത്തി. മുഹൂർത്ത സമയം അവൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. അവൾ കൈകൂപ്പിക്കൊണ്ട് സ്വീകരിച്ചു.
അവളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് അവൻ കണ്ടു. പക്ഷെ അവൻ അത് ശ്രദ്ധിക്കാതെ മുഖം തിരിച്ചു. അവൻ്റെ കണ്ണിൽ നിർവികാരത മാത്രം. ലത ചിരിയോടെ അവരെ ആശീർവദിച്ചു. പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു. അനിരുദ്ധന് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ലതയുടെ നിർബന്ധം കാരണം ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്തു. ഒന്ന് ചേർന്ന് നിന്ന് പോസ്റ്റ് ചെയ്, കൈ തോളിലിട്. തൻ്റെ ഭാര്യ തന്നെയല്ലേ, എന്തിനാ ഇത്ര മസിൽപ്പെടുത്തം? ക്യാമറ ചേട്ടൻ പറഞ്ഞ വാക്കുകൾ ശരിക്കും അനിയെ ദേഷ്യം പിടിപ്പിച്ചു. അയാൾക്ക് നേരെ മുഷ്ടി ചുരുട്ടി. വാതുറന്ന് ചീത്ത പറയാൻ പോയതും ലത അവനെ നോക്കി. ഭാമിയും പേടിയോടെ നോക്കി. ഭാമിയുടെ പിടിച്ചിൽ കണ്ട് അവനെന്തോ അവളുടെ തോളിൽ കൈ ചേർത്ത് പിടിച്ചു. ശരീരം മുഴുവൻ കറണ്ട് പ്രവഹിച്ച ഒരു അനുഭൂതി അവൾക്ക് തോന്നി. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ഉടനെ എന്തോ ബിസിനസ് കോൾ വന്ന് അനി ഫോണെടുത്ത് കുറച്ച് മാറി നിന്ന് സംസാരിച്ചു. ഈ പെൺ ശരിക്കും ചെക്കൻ്റെ ഭംഗിക്ക് ചേരുന്നതാണോ? കറുപ്പാണെങ്കിലും ഒരു ഭംഗിയുണ്ട്. പിന്നെ ഇവളാണ് ശ്രീകോവിലത്തെ അവകാശി. അപ്പോൾ ആരായാലും കെട്ടും. എന്നാലും സ്വത്തിന് വേണ്ടി ഇങ്ങനെയുള്ളതിനെയൊക്കെ കെട്ടുമോ? ചെക്കൻ്റെ ഭംഗി നോക്ക്, അവളുടെ ഭാഗ്യം. ഓരോരുത്തരും തന്നെ അന്യതിനുമായി ചേർത്ത് താരതമ്യം ചെയ്യുന്നത് ഭാമിയുടെ മനസ്സിനെ നോവിച്ചു. കറുത്ത പെണ്ണിന് വെളുത്ത ഭർത്താവ് പറ്റില്ലേ? ഇതും ഒരു മൈത്തമായി മാറിയോ? അവൾ മനസ്സിൽ ആലോചിച്ചു. സാരമില്ല, ഈശ്വരനാണ് തന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്. അതേ ഈശ്വരൻ തന്നെയാണ് ഈ ഭർത്താവിന് തന്നതും. എന്നെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അയാളുടെ പാതി തന്നെയാണ്. അനിയേട്ടൻ്റെ വേദനയും സന്തോഷവും ഇനി മുതൽ എൻ്റെ കൂടെയാണ്. ഒരാളെ സ്നേഹിക്കാൻ അയാളുടെ അനുവാദം വേണ്ടല്ലോ, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ലത ഇവരുടെ പേരിൽ ഒരു വലിയ അന്നദാനം തന്നെ അവിടെ നടത്തി. അതിനുശേഷം നേരെ വീട്ടിലേക്ക് അവർ യാത്രയായി. ലത തന്നെ ഭാമി ഒരു സെറ്റ് മുണ്ട് എടുത്തു കൊടുത്തു. കല്യാണി അമ്മയും ഉണ്ടായിരുന്നു കൂടെ. അവർക്കും അവളുടെ കാര്യത്തിൽ സന്തോഷം തോന്നി. അല്ലിയും അങ്കിയും ദേഷ്യം കൊണ്ട് കലികളിൽ നടക്കുന്നു. സെറ്റ് മുണ്ടെടുത്ത് വളരെ സിമ്പിൾ ആഭരണം ധരിച്ച് വളരെ സുന്ദരിയായിരുന്നു ഭാമ. കല്യാണി അമ്മ അവളുടെ ചെവിയുടെ പുറകിൽ ഒരു കറുത്ത പൊട്ട് കുത്തിവെച്ചു. എൻ്റെ കുട്ടിക്ക് ആരുടെയും കണ്ണ് തട്ടണ്ട, കല്യാണി പറഞ്ഞു. ഭാമ അറിയാതെ കരഞ്ഞുപോയി. ലത അവളെ ആശ്വസിപ്പിച്ചു.